ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈഷുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പം ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല, അത്യാവശ്യത്തിന് വേണ്ടുന്ന ബുക്കും പെൻസിലും അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പോയാൽ മതി കടയിൽ. അപ്പം ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഗുണമുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. സാധാരണ നമ്മൾ ചോയ്സിലോ അങ്ങനെയൊക്കെയുള്ള കടകളിലല്ലേ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോയപ്പോൾ തൊട്ട് ഭയങ്കര ബഹളമാണ്, അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടത് സാധനങ്ങളൊന്നും അവൾ വാങ്ങുന്നില്ല. ബുക്ക്, ബാഗ് അല്ലെങ്കിൽ പെൻസിൽ, അങ്ങനെ അവൾക്ക് അതൊന്നും ഒരു നോട്ടമല്ല കേട്ടോ. അവൾക്കല്ലാണ്ട് കുറേ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. സ്കെച്ച് വേണം, അത് വേണം, ഇത് വേണം, പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ടാത്ത സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ബഹളം. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് ബുക്കും പേനയും പെൻസിലും അതുപോലെ അത്യാവശ്യത്തിന് സ്കൂളിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. കേട്ടോ അതൊന്നും വേണ്ട മോളെ, നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്കൂൾ തുറപ്പിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. ഡ്രാഫ്റ്റിൽ നോക്കിയപ്പോഴാണ് എഡിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു, പക്ഷേ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. കുറേ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അയ്യോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്നോർത്തത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അതൊന്നും എടുക്കല്ലേ അപ്പാ, അതൊന്നും വേണ്ട മോളെ. ആ ആവശ്യം അതൊന്നും എടുക്കല്ലേ, അതൊക്കെ എടുത്ത്. ആ ഇതും കൂടെ എടുത്തോ, പുസ്തകം, ഇത് ബുക്ക് അടയ്ക്കാൻ. ഇത് പറഞ്ഞേ ഇത്രയും വലുത് വേണോ? അതെ ഇത് പറഞ്ഞിട്, പേപ്പർ. ഏത് ഇഷ്ടം? എല്ലാം ബുക്കും മടക്കണേ. പേന വേണം അല്ലേ? പേന എടുക്കണ്ടേ?
പടപടാന്ന് എടുക്കണേ, സമയം പോകണം കേട്ടോ. ഇത് കട അടയ്ക്കണം. ഇതെന്താ ഇവിടെ കഴിക്കുന്നത്? പോയ ഫെവിക്കോളൊക്കെ എടുത്ത് എന്തിനാ അവള്? അല്ലേ ഇവർക്ക് കസ്റ്റമർ ഉണ്ടോ അധികം? എനിക്കിത് വേണം. വേണ്ട വേണ്ട വേണ്ട. എനിക്ക് വേണ്ട. ആണെങ്കിൽ ഇങ്ങോട്ട് പോ. ഭാവിക്ക് വേണ്ടെന്ന് നിനക്ക് വലിയ അസുഖമാണോ? ആ എനിക്ക് വേണം. ഞാൻ 2 സാധനം എടുത്തായിരുന്നു. ഇല്ലല്ല, വയറുവേനായിട്ട് തിന്നതാ.
കണ്ടില്ലേ വേണം. വയറ് നോവോ? അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അവിടെ കട അടയ്ക്കുന്ന സമയം നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. ഇനി വല്ലതും വേണമെങ്കിൽ ഓർത്ത് വെച്ചിട്ട് പിന്നെ വരാമല്ലോ, അല്ലെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കടയൊന്നും കാണിച്ചില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ കടയിലാണ് കേട്ടോ നമ്മൾ വന്നത്, അനുഗ്രഹ ഹോം മാർട്ട് എന്ന് പറയുന്ന അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ബുക്കൊക്കെ ഉള്ളിടത്ത് മാത്രമേ പോയുള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒന്നും കണ്ടില്ല. നമ്മുടെ ഹൈവേയിൽ തന്നെയാണ് കേട്ടോ ഈ കടയുള്ളത്. നമ്മളപ്പോൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ കുറേ ലേറ്റായിട്ടാണ് പോയത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അവർ ബില്ലടിക്കണം ഇറങ്ങെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെറിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. മേടിച്ചെന്തൊക്കെയാണ് ഇതിനകത്ത് 4 ലൈൻ ഉണ്ട്, 2 ലൈൻ ഉണ്ട്. ഇതിപ്പം 2 ലൈൻ ആണ് കേട്ടോ. 2 ലൈന് 4 ലൈൻ. പിന്നെ ഒരു റഫ് ബുക്ക് വേണമെന്ന് പറഞ്ഞു, നമ്മുടെ 1 ലൈൻ സാധനം. പിന്നെ ഉണ്ടല്ലോ പിന്നെ ഒരു ചെക്ക് ലൈൻ, ഇത് നമ്മൾ ബാഗ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലൈൻ. വൈശുവിനെക്കാട്ടി വെപ്രാളൊന്നും എനിക്കാണ്. ഞാൻ സ്കൂളിൽ പോകുന്നത് പോലെ തന്നെ കേട്ടോ, ബുക്കും പേനയൊക്കെ പോയി എടുക്കുന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കില്ലേ, ആ ഒരു ഇതോടെ എനിക്ക് ഇതെടുക്കാന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു എന്തൊക്കെയാണ് മേടിച്ചത്. പക്ഷെ നമ്മൾ കുറേ കൂടെ മേടിച്ചതിനായിരുന്നു, കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നു. ഒരു കട ഇടയ്ക്കിയ സമയപ്പോഴാണ് നമ്മൾ ചെന്നത്, അതുകൊണ്ട് ഏറ്റവും ഫ്രഷ് കിട്ടുള്ളൂ അല്ലെങ്കിൽ പറയാനില്ല കേട്ടോ. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ, ശരിക്കും കുറേ സാധനം കൂടി മേടിച്ചത്. അവർ ഇറങ്ങിന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്ര മേടിക്കാനേ പറ്റുള്ളൂ. ഇത് വൈഷ്ണവ് തിരിച്ച്, ഇത് അവൾ തന്നെ മേടിച്ചു കേട്ടോ, തിരിച്ച് വാങ്ങി. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത്രയും വാങ്ങിയുള്ളൂ, കുറച്ച് മതി വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ വേറെന്താ, ഇത് വൈഷു വാങ്ങിയതാണ് കേട്ടോ. വൈഷുവിനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. വൈഷു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അരിപുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കും. അതുകൊണ്ട് മാറി നിൽക്കാൻ ഞാൻ വീഡിയോ എടുക്കട്ടെ, എന്തെങ്കിലുമൊക്കെ മേടിക്കും. അതുകൊണ്ട് വൈഷുവിനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് വൈഷു നമ്മുടെ കൂടെ കയറി വന്നു, അപ്പോൾ അവള് മേടിച്ചാണ്. ആ ബോക്സിങ് എടുക്കുന്നു, ബോക്സിങ് എടുക്കും മാറിയേ. പിന്നെ ഒരു ബോക്സ് വാങ്ങും കേട്ടോ. ഇത് വൈഷുവിന് പെൻസിലും പേനയൊക്കെ ഇട്ടുകൊണ്ട് വാങ്ങിയിട്ട് ചെറിയൊരു ബോക്സ്. അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ബോക്സ് ആട്ടോ വാങ്ങിയത്. ഇതൊക്കെ കാണിച്ചു. പിന്നെ ഇത് ഇത് വൈശികളുടെ ബഹളം വയ്ക്കുകയാണെങ്കിൽ അവർക്ക് എഴുതാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് എത്ര നാൾ ഓടുന്നുള്ളവരെ എനിക്കറിയില്ല, എനിക്കത് ഇന്ന് തന്നെ വരച്ച് തരാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ കളറിംഗ് ബുക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് വൈഷുവിന് പെയിൻറ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് മേടിച്ചു. പെയിൻ്റ് അല്ല, സ്കെച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അവിടെ കിടന്നുമ്പോൾ ഇതുപോലെ പല ഷേപ്പിൽ ഈ ഒരു ബുക്ക് വന്നത്.
ഇത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ 2-3 ഉണ്ടായിരുന്നു അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സ്കെയിൽ വാങ്ങിട്ടോ, അത്യാവശ്യം എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നാൽ അപ്പം നമ്മൾ പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചെറിയൊരു സ്കെയിൽ വാങ്ങി. പിന്നെ ഞാൻ എടുക്കുന്നത് തന്നെ പിന്നെ അതിനകത്ത് പിന്നെ ഒരു ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് കിട്ടാലോ വെച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ കുറേ പെൻസിൽ വാങ്ങി. എന്തോ പൊട്ടിച്ചേരാം. അപ്പം ഇത് 6 പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 6 കമ്പനിയുടെ ഇങ്ങനെ വാങ്ങി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വൈദ്യുതിപ്പോൾ പെൻസിൽ യൂസ് ചെയ്യുമ്പം 1-2 പ്രാവശ്യം ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് തന്നെ പെൻസിലിൻ്റെ മോനെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ എഴുതുമ്പോഴും പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല കമ്പനിയുടെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ അത് നോക്കിയിട്ട് മേടിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അതുകൊണ്ട് 6 പെൻസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 എണ്ണത്തിലും ബാക്കിൽ റബ്ബർ ഉണ്ടാകും. കുഞ്ഞുങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇതായിരുന്നു, അതുകൊണ്ടാണ് ഇത് നോക്കിയെടുത്തത്. പിന്നെ 2 സൂപ്പർ നമ്മൾ ഡ്രസ്സിനൊക്കെ പോയിട്ടുണ്ട്. ചെരുപ്പൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയില്ല. ഇതൊക്കെ വൈശിലെടുത്ത് എൻ്റെ വീഡിയോ ഇട്ടാണ്. പിന്നെ ഒരു സ്റ്റാപ്ലെയറിൻ്റെ പിന്നെ മാത്രമേ ഉള്ളൂ. സ്റ്റാപ്ലെയറോ വീട്ടിലുള്ളിൽ. പിന്നെ ഇത് മോനെ വേണ്ടി പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് ഇവിടെ. ഇത് 8 മീനല്ലേ, 8 മേടിച്ചതാണ് കേട്ടോ. ഇതും 8 വാങ്ങിയതാണ്. ബാക്കിയെല്ലാം വൈഷ്ണവിനുള്ളതാണ്. ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ചേരം നിന്നായിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കായിരുന്നു, പക്ഷെ അവർ കട അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെട്ടെന്ന് അവിടെ ഇനിയുണ്ടല്ലോ 2 പെൻസിലും കൂടെ അതെടുത്ത് മാറ്റിയോ. പിന്നെ ബാഗ് ഉണ്ട് കേട്ടോ. ബാഗ് പിന്നെ ഇത് നമ്മൾ ചോറ് കൊണ്ടുപോകുമ്പോൾ കൊടുത്തു വിടത്തില്ല ബാഗിന്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നല്ല ബാഗാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അടയ്ക്കാം. പിന്നെ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സംഭവം പക്ഷേ കൊള്ളാം, നല്ല ഡിസ്കൗണ്ട്. സൂപ്പറല്ലേ? പിന്നെ നമ്മൾ വേറെ 2 സാധനം വാങ്ങിയില്ല, അതെന്ത് ചെയ്യും? പെൻസില് ഇതിൽ ബാക്കിൽ മോനെയാണ് ഇതുള്ളത്. അതെന്ത് ചെയ്യും വൈഷു? സ്പൈഡർമാൻ്റെ പെൻസില് എടുത്തില്ലേ? പണിപാളി കാണുന്നില്ല. വലിയുണ്ടോ നോക്കി. സ്പൈഡർമാന്റെ തലയുള്ള 2 പെൻസിൽ വാങ്ങിയായിരുന്നു കേട്ടോ. അത് 2 ബാഗ് നോക്കിയാ കവറിൽ നോക്കിയാ നോക്കിയേ. ഇങ്ങനെയാണോ വാവേ കളർ കൊടുക്കുന്നത്? ഈ ബാക്കിലൊക്കെ കിടക്കുന്ന ഇത് അഴുക്കൊന്നുമല്ല കേട്ടോ. ഇതിപ്പം കളിക്കാൻ കൊണ്ടുവന്ന സാധനം എടുത്തിട്ടേക്ക്. എന്തേ കാണിച്ചേ? ഇത് കണ്ടു ഇരുന്ന് കാണിക്കുന്ന ഇത് കണ്ടോ? വൈശികയുടെ മോന്ത കണ്ടോ? വൈശികയുടെ മോന്ത ഇനി പട്ടിയെ കൊണ്ട് നക്കിക്കണം. എന്തി വാവേ ഇങ്ങോട്ട് നോക്കിയേ. കിൻഡർ ജോയ് കഴിച്ചതാണ് കേട്ടോ വൈശിക. നീ ഇങ്ങോട്ട് നോക്കിയേ വാവേ, ഇങ്ങോട്ട് നോക്കിയേ. കാണിച്ചേ, മുഖം കാണിച്ചേ. കാണിക്കുന്നില്ല കേട്ടോ വൈശിക. നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കളിയാക്കാനാണെന്ന്. വൈശിക കിൻഡർ ജോയ് കഴിച്ചതാണ് കേട്ടോ. ഇനി ഫുള്ള് കഴുകി ഇറക്കണം. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ വണ്ടിക്കകത്തിരുന്ന് വൈശിക കഴിച്ച് മുഖത്തെല്ലാം വെച്ച് തൂത്തിട്ടുണ്ട്. ഇനി കുളിപ്പിക്കണം. രാത്രിയായി കേട്ടോ, ഒത്തിരി സമയമായി.
വൈഷു തന്നെ ഇവിടെ കളറൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ക്രയോൺസ് വെച്ചിട്ട്. ഈ ആദ്യത്തെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ, ഇനി ഇത് കീറി കളയത്തേ ഉള്ളൂ ബുക്ക്. അന്ന് ഇതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം ഓച്ചറെ പോയില്ലേ, അന്ന് ഭയങ്കര ബഹളം വെച്ചിട്ട് ഞാൻ വരയ്ക്കും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസം ആദ്യം കാറിനകത്തിരുന്ന് ചെയ്ത്, പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം മാത്രം കളർ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞപ്പം രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ ഭാഗത്തുനിന്ന് കീറാൻ തുടങ്ങി. അങ്ങനെ ഫുള്ള് ഒരു 2-3 ബുക്കം കണ്ടുണ്ടായിരുന്നു, അത് ഫുള്ള് കീറി കളഞ്ഞു. എന്നിട്ട് ക്രയോൺസൊക്കെ കുത്തി ഒടിച്ചിട്ട് അത് തിന്ന്. സ്കെച്ച് പേന ഉണ്ടായിരുന്നു, സ്കെച്ച് പേന അതുപോലെ തന്നെ വായിലും പല്ലിലും നഖത്തിലും ഒക്കെ വെച്ചിട്ട് തേക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അവൾക്ക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവൾക്കറിയാവോ? എന്തോ കയ്യിലിരിക്കുന്നതെന്ന് കാണിച്ചേ, ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഇതെടുത്ത് തിന്നു കേട്ടോ, എനിക്ക് പേടിയാവുന്നു. ഇതെടുത്ത് മാറ്റണം അല്ലയോ? ഇവള് മിക്കവാറും ഇതുപോലെ മുട്ടായി എന്ന് പറഞ്ഞ് തിന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എടുത്ത് മാറ്റി വെക്കണം, അതിന് പാത്ത് വെക്കണം. എന്തായാലും മേടിച്ചു പോയില്ലയോ? ചേച്ചിയാണോ മേടിച്ചേ? അയ്യേ മോന്തിരിക്കുന്നുണ്ടോ? അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് എല്ലാം ഒന്ന് ഇളക്കി കളഞ്ഞിട്ട്, കുഞ്ഞിനപ്പം എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുന്നതിൽ ഇതൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുകയല്ലേ. ഇപ്പം അംഗനവാടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെ എപ്പോഴും ഒന്നും ഉപയോഗിക്കില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ കാണും, അപ്പോൾ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആദ്യമല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. സ്കെച്ചൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ, പെൻസിലും ഈ 2 സാധനങ്ങൾ മാത്രമേ അത്യാവശ്യത്തിന് കൊണ്ടുപോകുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ വെച്ചേക്കാനാണ്. അതൊക്കെ അങ്ങ് ചെയ്തിട്ട് വെക്കട്ടെ, അത് നമ്മുടെ കവറിനകത്തിട്ട് ഇവിടെ വെക്കാനാണ്. സ്കൂളിൽ കൊണ്ടുപോകാൻ ടീച്ചർ പറയുവാണെങ്കിലേ കൊണ്ടുപോകുന്നുള്ളൂ. അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റ്. എന്തിനാ അതിനകത്ത് ഇടുന്നേ? മോക്ക് എപ്പോഴും എടുക്കാൻ പാടായിരിക്കും. ഇതേണ്ട ഈ കവർ ഇളക്കി കളയരുത് കേട്ടോ. ഇത് ഇളക്കിയ ഇതിനകത്ത് മൊത്തം അഴുക്കാവും. ഇതിങ്ങനെ തന്നെ വെക്കണം. എന്തുവാ ഇതിന് പെൻസിൽ ഏതാ വേണ്ടുന്നത്? ഇത് വേണോ അല്ലെങ്കിൽ ഇതെടുക്കാം? ബാക്കിൽ റബ്ബറുള്ള എടുക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അയ്യോ പെൻസിൽ ഇതിനകത്ത് കയറത്തില്ല. ഇത് കയറുമോ? ഇത് കയറും. അപ്പം നമ്മുടെ ബുക്ക് വേണ്ട ഏട്ടൻ ഇവിടെ പൊതിയാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം സ്കെയിൽ വേണോ വേണ്ടായോ എന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ നമുക്കിപ്പോൾ ഉപകാരപ്പെട്ടു കേട്ടോ. ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട്, അത് കീറാൻ വേണ്ടിയിട്ടായിട്ട് സ്കെയിലാണ് യൂസ് ചെയ്തത്. ഇപ്പം ഇവിടെ സ്കെയിലില്ല ശരിക്കും, ഇവിടെ സ്കെയിലും പെൻസിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പെൻസിൽ 2-3 ഒക്കെ ഉണ്ട് വൈഷു എഴുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇത് മേടിച്ചത് കാര്യമായി. ഇവിടെ ഭയങ്കര വൈശികത ഇവിടെ ഭയങ്കര അലക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വൈശികയുടെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. നോക്കിയേ മുഖം